Hello all, welcome to Mfavor Learning app. So let's start the session. നമ്മൾ എന്താണ് ഇന്നത്തെ ടോപ്പിക്കിൽ എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് നമ്മളുടെ ജൂനിയർ അക്കൗണ്ടന്റ് ബാച്ചിലെ ഫസ്റ്റ് ക്ലാസ് ആണ്. എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിലൂടെ എന്ന് വെച്ചാൽ ഓറിയന്റേഷൻ ആണ്. ആക്ച്വലി നമ്മൾ എന്തൊക്കെയാണ് സ്ട്രാറ്റജി, ഏതൊക്കെ സ്ട്രാറ്റജീസ് ആൻഡ് ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ക്ലാസ്സിൽ. ജൂനിയർ അക്കൗണ്ടന്റ് എക്സാം വന്നിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മുടെ പ്ലാൻ എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലോട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് നമ്മുടെ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഫസ്റ്റ് നമുക്ക് ഇന്ന് എങ്ങനെയൊക്കെയാണ്, നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് 10 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. സോ ആ 10 മൊഡ്യൂൾസിലും എങ്ങനെയാണ് നമ്മൾ ക്ലാസ് എടുക്കുക, എങ്ങനെയൊക്കെയാണ് PSC ഓറിയന്റഡ് ആയിട്ടുള്ളത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. എംഫേവറിൽ കൊടുക്കുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യരുത്. സോ നമുക്ക് എങ്ങനെയാണ് ഇത്രയും നല്ല സ്ട്രാറ്റജിയും ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ജൂനിയർ അക്കൗണ്ടന്റ് എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ദി സെഷൻ. സോ മൈസെൽഫ് ബുഷ്ര. സോ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്തായിരുന്നു? സിലബസ് ആൻഡ് സക്സസ് സ്ട്രാറ്റജി ഫോർ ക്രാക്കിംഗ് ദ ജൂനിയർ അക്കൗണ്ടന്റ് എക്സാം ആണ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഓക്കെ, ടോട്ടലി നമുക്കിപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ മൊഡ്യൂൾ 1 അക്കൗണ്ടിങ് ആണ്. സോ അക്കൗണ്ടിങ്ങിൽ നമുക്ക് മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് വരുന്നത്. സോ ഓരോ ക്ലാസ്സിലും ഓരോ ടോപ്പിക്സ് ആയിട്ട് ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള PSC ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ ഇതിലൂടെ നിങ്ങൾക്ക് ഒത്തിരി പ്രാക്ടീസും ആകും, അതേപോലെ സ്പീഡപ്പ് ആകാൻ പറ്റും, ഒത്തിരി നോളജും ഗെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ ഓരോ ക്ലാസ്സിലും അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോട്ട്സുകൾ ഒരു ഫോൾഡറിലോട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കറക്റ്റായി ഫോളോ ചെയ്യുക എല്ലാ ക്ലാസ്സസും. ഓക്കെ, സോ നമുക്ക് നോക്കാം മൊഡ്യൂൾ വൈസ് ആയിട്ട്. ഓക്കെ, മൊഡ്യൂൾ 1 അക്കൗണ്ടിങ്, നെക്സ്റ്റ് മൊഡ്യൂൾ 2 ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, നെക്സ്റ്റ് മൊഡ്യൂൾ 3 കോസ്റ്റ് അക്കൗണ്ടിങ്, next module 4 management, module 5 managerial economics, module 6 company law, module 7 capital market, module 8 fundamentals of income tax. Okay, so ഇതാണ് നമ്മളുടെ. അതേപോലെ മൊഡ്യൂൾ 9 മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, മൊഡ്യൂൾ 10 വന്നിട്ട് ഓഡിറ്റിങ്ങും. ഓക്കെ, സോ ടോട്ടലി വി ഹാവ് 10 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. സോ ഇപ്പോഴത്തേക്ക് നിങ്ങൾ എന്താ മനസ്സിലാക്കി വെക്കേണ്ടതെന്ന് വെച്ചാൽ മൊഡ്യൂൾ വൈസ് ആയിട്ട് എന്താണോ അത് ഡിസ്കസ് ചെയ്യുന്നത്, മീൻസ് ആ ടോപ്പിക്സ് എന്താണോ സോ അതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് 10 മൊഡ്യൂൾസ് ഉണ്ട്. ആ 10 മൊഡ്യൂൾസിൽ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് എന്താണോ നമുക്ക് അതിൻ്റെ ആദ്യത്തെ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ എക്സാക്ട് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് പോകുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മളുടെ സിലബസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്, നമ്മുടെ സിലബസ് ഇതാണ്, അതെങ്ങനെയാണ് ഫ്രെയിം ചെയ്തിരിക്കണേ, എങ്ങനെ ക്ലാസ്സസ് മൂവ് ഔട്ട് ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്തെങ്കിലും ഹലോ നയന, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ഓൺ ദ സ്പോട്ട് തന്നെ ചോദിക്കുക. ഓക്കെ, ഓക്കെ നയന ഇപ്പോൾ ഓക്കെ ആയോ? ഓക്കെ ഓക്കെ, സോ നമുക്ക് അപ്പം സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ആ ടോപ്പിക് എന്തെന്ന് പറഞ്ഞു തരാം, അതിനുശേഷം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒപ്പം തന്നെ ചെയ്തു വന്നോളൂ കേട്ടോ. സോ ഇതിലെ ടോപ്പിക് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളതാണ്. സോ അക്കൗണ്ടിങ്ങിൽ മെയിൻ ആയിട്ട് നമുക്കറിയാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് നമ്മളുടെ അക്കൗണ്ടിങ്ങിൽ വരുന്ന ഒരു ബ്രാഞ്ച് തന്നെയാണ്. അതിൽ മെയിൻ ആയിട്ട് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്യുക, ഫസ്റ്റ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് എല്ലാം, അതിനുശേഷം ക്ലാസിഫൈ ചെയ്യുക, നെക്സ്റ്റ് ആ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻ ഫുള്ളായി ക്ലാസിഫൈ ചെയ്യുക, ക്ലാസിഫൈ ചെയ്ത് ഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സമ്മറൈസ് ചെയ്യുക എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും. ഓക്കെ, സോ അതിലൂടെയാണ് നമ്മൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്, സെർട്ടൈൻ റിപ്പോർട്ട്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ അത് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഓക്കെ, സോ മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എന്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ്സിലൂടെ പ്രൊവൈഡ് ചെയ്യാന്ന് വെച്ചാൽ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ കുറിച്ചും അതേപോലെ തന്നെ ഓർഗനൈസേഷനിലെ പൊസിഷനെ കുറിച്ചുള്ളത്. ഓക്കെ, സോ ഈ ഇൻഫർമേഷൻസ് ആർക്ക് പ്രൊവൈഡ് ചെയ്യുക? ടു എക്സ്റ്റേണൽ പാർട്ടീസിനാണ് പ്രൊവൈഡ് ചെയ്യുക. അതായത് എക്സ്റ്റേണൽ പാർട്ടീസ് ആരൊക്കെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെന്റ്, ഇവരൊക്കെയാണ് എന്തെന്ന് പറയുന്നത് എക്സ്റ്റേണൽ പാർട്ടീസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് വെച്ചാൽ അക്കൗണ്ടിങ്ങിന് ഒരു ബ്രാഞ്ച് ആയിട്ടാണ് വരുന്നത്.
അത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് മെയിൻ ആയിട്ട് റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്നുള്ളതാണ്. മെയിൻ ആയിട്ട് അതിലൂടെ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുക. സോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആണ്. So through this they can able to provide the information about the financial performance as well as the position of an organization. Okay, so not only that, it will help to provide the information to external parties also like investors, creditors, government. Okay, അപ്പോൾ ഇതിലൂടെ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണ്, അതിന്റെ പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ഓക്കെ നിതിൻ. അപ്പം നമ്മൾ ഇനിയിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാവേ. ഇതിന്റെ ഒപ്പം ചെയ്ത് വന്നോളൂ കേട്ടോ. അപ്പൊ നമുക്ക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ അസംഷൻ ദാറ്റ് ബിസിനസ് ഹാസ് എ ലോങ് ലൈഫ് ആൻഡ് വിൽ കണ്ടിന്യൂ ഫോർ ദ ഫോർസിബിൾ ഫ്യൂച്ചർ. എന്ന് വെച്ചാൽ ബിസിനസ് ലോങ് ലൈഫിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടേ ഇരിക്കും. അതിന് പറയുന്നത് എന്താണ്? അപ്പൊ അതിന് നമുക്ക് കുറച്ച് കോൺസെപ്റ്റുകൾ ഉണ്ട്. ഓക്കെ, സോ ആ കോൺസെപ്റ്റുകൾ നമ്മൾ ക്ലാസ്സിൽ ഫുള്ളായി ഡിസ്കസ് ചെയ്യുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പോഴത്തേക്ക് ബിസിനസ് ഫ്യൂച്ചറിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതിനെ പറയുന്നത് എന്ത് കോൺസെപ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, ബി ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, സി മാച്ചിങ് കോൺസെപ്റ്റ്, ഡി കോസ്റ്റ് കോൺസെപ്റ്റ്. സോ നമ്മളുടെ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ ബി മാച്ചിങ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾ അടുത്തത് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. That is recording assets at their purchase price rather than current market price. അതായത് അസറ്റ് നമ്മൾ ആക്ച്വൽ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ് പർച്ചേസ് പ്രൈസിൽ കറന്റ് മാർക്കറ്റ് പ്രൈസിനേക്കാളും. സോ അത് ഏത് ബേസ് ചെയ്തിട്ടാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ എ കോസ്റ്റ് കോൺസെപ്റ്റ്, ബി ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്, സി കൺസർവേറ്റിസം കോൺസെപ്റ്റ്, ഡി റിയലൈസേഷൻ കോൺസെപ്റ്റ്. എന്തായിരുന്നു ആൻസർ? ഓപ്ഷൻ എ കോസ്റ്റ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Anticipate no profit but provide for all possible losses refers to. അതായത് പ്രോഫിറ്റ് ഒന്നുമില്ല, പക്ഷെ അവിടെ എന്താണ് പോസിബിൾ ആയിട്ടുള്ള ലോസസ് ആണ് ഉണ്ടാവുക. സോ അതെന്താണ്? ഓപ്ഷൻ എ പ്രൂഡൻസ് കോൺസെപ്റ്റ്, ബി മാച്ചിങ് കോൺസെപ്റ്റ്, സി അക്രൂവൽ കോൺസെപ്റ്റ്, ഡി കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. അപ്പൊ എന്തായിരുന്നു ആൻസർ? പ്രൂഡൻസ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. That is, which accounting standards deals with disclosure of accounting policies? That is option A accounting standard 2, B accounting standard 6, C accounting standard 1, D accounting standard 10. That is accounting standard 1 ആണ്. It deals with disclosure of accounting policies. Okay, next ആണ് which standard relates to valuation of inventories? That is option A accounting standard 2, B accounting standard 3, C accounting standard 6, D accounting standard 7. So നമ്മുടെ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ എ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2. ഓക്കെ, നെക്സ്റ്റ് ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 റിലേറ്റ്സ് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അക്കൗണ്ടിങ് ഫോർ ഫിക്സഡ് അസറ്റ്സ് ഓർ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്, ഗവൺമെന്റ് ഗ്രാന്റ്. നമ്മുടെ ആൻസർ എന്താ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 റിലേറ്റ്സ് ടു അക്കൗണ്ടിങ് ഫോർ ഫിക്സഡ് അസറ്റ്സ്, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് അക്കൗണ്ട്സ് ഓഫ് എ സോൾ ട്രേഡർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ സോൾ ട്രേഡർ ഇൻക്ലൂഡ്. ഒരു സോൾ ട്രേഡറിന്റെ ഫൈനൽ അക്കൗണ്ട്സിൽ എന്തൊക്കെയാ ഉണ്ടാവാന്നാണ്. ഓപ്ഷൻ എ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ബി ട്രേഡിംഗ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, സി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. സോ നമ്മളുടെ ആൻസർ എന്താ? ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ സോൾ ട്രേഡർ ഇൻക്ലൂഡ്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് വിച്ച് അക്കൗണ്ട് ഷോസ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്? ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് അക്കൗണ്ട്, ക്യാഷ് ബുക്ക്. ഏത് അക്കൗണ്ടിലാണ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക? ദാറ്റ് ഈസ് ഓപ്ഷൻ സി ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് expenses incurred to carry on business but not directly relate to production are shown on. Okay, എക്സ്പെൻസ് ബിസിനസ്സിൽ ഉണ്ടാകും പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ഷോൺ ചെയ്യില്ല പ്രൊഡക്ഷൻ. അത് ഏത് അക്കൗണ്ടിലാണ് കാണിക്കുക? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡെബിറ്റ് സൈഡ്, ബാലൻസ് ഷീറ്റ്, അസറ്റ് സൈഡ്, ക്യാപിറ്റൽ അക്കൗണ്ട്. ദാറ്റ് ഈസ് ആൻസർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡെബിറ്റ് സൈഡ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ദാറ്റ് ഈസ് ബാലൻസ് ഷീറ്റ് ഷോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദ ഇയർ, financial position of the business on a given date, cash flow for the year, asset and liabilities of partners. അപ്പൊ എന്തായിരുന്നു ബാലൻസ് ഷീറ്റിൽ കാണിക്കുക? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് ഓൺ എ ഗിവൺ ഡേറ്റ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇപ്പം ആൻസർ ചെയ്യാൻ ഇപ്പം ഡിഫിക്കൽട്ട് ആവണമെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും
ഈ ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തതിന് ശേഷമാണ് ക്വസ്റ്റ്യൻസിലോട്ട് പോകുക. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇപ്പോഴത്തെ ഉള്ള ഡിഫിക്കൽട്ട് ഒന്നും നോക്കണ്ട. ഓക്കെ, സോ ഇത് ആക്ച്വലി ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയി ക്ലാസ് എടുക്കുന്നതിന് ശേഷം ഇന്നും ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഈ ഒരു മോഡലാണ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, ഇപ്പോ ഓക്കെ ആണോ? അതേപോലത്തെ മൊഡ്യൂൾ 2 ഇനി നമുക്ക് പോകാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മൊഡ്യൂൾ 2 എന്താന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് റിലേറ്റഡ് ആണ്. നമുക്കറിയാം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാൻ ചെയ്യുക, നെക്സ്റ്റ് ഓർഗനൈസ് ചെയ്യുക, നെക്സ്റ്റ് ഓർഗനൈസ് ചെയ്തതിനു ശേഷം ഡയറക്റ്റ് ചെയ്യുക, നെക്സ്റ്റ് കൺട്രോൾ ചെയ്യുക. എന്റർപ്രൈസസിലെ എല്ലാ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസും എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. ദാറ്റ് ഈസ് എന്തൊക്കെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ പ്രൊക്യൂർമെന്റ്, കളക്ട് ചെയ്യുക ഫണ്ട്സ്, ആ ഫണ്ട്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. സോ മെയിനായി അവിടെ ഫോക്കസ് ചെയ്യുന്ന മാക്സിമൈസ് ചെയ്യുക ഷെയർ ഹോൾഡറിന്റെ വെൽത്ത്, അതേപോലെ ഉറപ്പ് വരുത്തുക, ദാറ്റ് ഈസ് എൻഷുർ ചെയ്യുക ബിസിനസ് പ്രോഫിറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ടെന്ന്. ഓക്കെ, സോ വാട്ട് ഈസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ഓൾ ദി ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് എ എന്റർപ്രൈസ് ആണ്. ഓക്കെ, നമുക്ക് ഇനി ഇതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പോവാം. ഫസ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബേസ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഓൾസോ നോൺ ആസ് എന്തായിരുന്നു? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ബുക്ക് വാല്യൂ ഓഫ് ക്യാപിറ്റൽ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പൊ എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ഓൾസോ നോൺ ആസ് എന്തും കൂടിയാ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കൂടിയാണ്. ഓക്കെ, ഓപ്ഷൻ എ. നെക്സ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാൻ ബി എസ്റ്റിമേറ്റഡ് യൂസിങ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ, ഏർണിംഗ് പ്രൈസ് റേഷ്യോ മെത്തേഡ്, ഓൾ ഓഫ് ദ എബോവ്. സോ ഏതായിരുന്നു ആൻസർ വരുന്നത്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാൻ ബി എസ്റ്റിമേറ്റഡ് യൂസിങ് ഓൾ ഓഫ് ദ എബോവ്, ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് ആണ് weighted average cost of capital is computed using market value weight, book value weight, either book or market value, neither. So എന്തായിരുന്നു ആൻസർ? either book or market value. ഓക്കെ, നെക്സ്റ്റ് ആണ് നമുക്ക് ഫിനാൻസിങ് ഡിസിഷന്റെ ബേസ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഫിനാൻസിങ് ഡിസിഷൻ ഈസ് കൺസേൺഡ് വിത്ത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസറ്റ്, ബി മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഇൻ ക്യാപിറ്റൽ, സി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്, ഡി മാനേജിങ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ എന്തായിരുന്നു ഫിനാൻസ് ഡിസിഷൻ കൺസേൺഡ് വിത്ത്? ദാറ്റ് ഈസ് മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഇൻ ക്യാപിറ്റൽ ആണ് ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ആണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഈസ് കൺസിഡേർഡ് ആസ്, ദാറ്റ് ഈസ് debt, next equity, hybrid, features of both debt and equity, none of the above. Option C ആണ് hybrid. Okay, next ആണ് an increase in debt component while keeping equity constant. Generally debt component increase ആയി കഴിഞ്ഞാൽ equity constant കീപ്പ് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന ഇക്വിറ്റി എന്ന് വെച്ചാൽ എന്തായിരിക്കും? That is reduces financial risk, increases financial leverage, decrease return on equity, has no effect. That is option B ആണ് increase financial leverage. Okay, ഡെപ്റ്റ് കൂടി കഴിഞ്ഞെന്ന് വെച്ചാൽ അതേപോലെ ഇക്വിറ്റി കോൺസ്റ്റന്റ് ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ എഫക്ട് ചെയ്യാന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ലിവറേജ് ഇൻക്രീസ് ആണ് ചെയ്യുക. നെക്സ്റ്റ് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദ റേഷ്യോ ഓഫ് ബോറോഡ് ക്യാപിറ്റൽ ടു ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? കറന്റ് റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോ, പ്രോപ്പർട്ടി റേഷ്യോ. നമ്മളുടെ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ ബി ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് അക്കോർഡിംഗ് ടു MM, വളരെ ഇമ്പോർട്ടന്റ് ആണ്. MM എന്ന് വെച്ചാൽ മോഡ്ഗിലാനി മില്ലർ അപ്രോച്ച് പ്രകാരം ടാക്സ് ഇല്ല, വിത്തൗട്ട് ടാക്സ് ആണ്. വാല്യൂ ഓഫ് എ ഫേം എന്ന് പറയുമ്പോൾ എന്താണ്? ഡിപെൻഡന്റ് ഓൺ ക്യാപിറ്റൽ സ്ട്രക്ചർ, ഇൻഡിപെൻഡന്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഡിപെൻഡന്റ് ഓൺലി ഓൺ ഡെപ്റ്റ്, ഡിപെൻഡന്റ് ഓൺലി ഓൺ ഇക്വിറ്റി. എന്തായിരുന്നു ആൻസർ? ഇൻഡിപെൻഡന്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ആണ് അതേപോലെ വിച്ച് കാറ്റഗറി സജസ്റ്റ് ദാറ്റ് there is an optimum capital structure that minimizes cost of capital and maximizes firm value. ഇതിലെ ഏത് തിയറിയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടെന്ന്? ദാറ്റ് ഈസ് ഓപ്ഷൻ എ നെറ്റ് ഇൻകം അപ്രോച്ച്, ബി നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, സി മോഡ്ഗിലാനി മില്ലർ ഹൈപ്പോത്തിസിസ്, ഡി നൺ ഓഫ് ദ നെറ്റ് ഇൻകം അപ്രോച്ച്, ഓപ്ഷൻ എ. ഓക്കെ, നെക്സ്റ്റ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ബേസിസ്. വർക്കിംഗ് ക്യാപിറ്റൽ ഫോർമുല എന്താണ്? ദാറ്റ് ഈസ് കറന്റ് അസറ്റ് പ്ലസ് കറന്റ് ലയബിലിറ്റി, കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി, നെക്സ്റ്റ് ഫിക്സഡ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി, നെക്സ്റ്റ് ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ്. സോ വർക്കിംഗ് ക്യാപിറ്റൽ കാണാനുള്ള ഫോർമുല എന്ന് പറയുമ്പോൾ തന്നെ എന്താ? കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, സോ ക്ലിയർ ആയോ? അനശ്വര, മാലു, ആശ, അമല ശ്രീജൻ. അതെ അതെ അതെ, ഗോയിങ് കൺസേണിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തേ കേട്ടോ.
ഗോയിങ് കൺസേൺ എന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ഫ്യൂച്ചറിലോട്ടെന്നാണ് സാജിദ. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ മൊഡ്യൂൾ 3 കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മെയിൻ ആയിട്ട് ആക്ച്വലി കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. മെയിൻ ആയിട്ട് അവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റെക്കോർഡ് ചെയ്യുക, അതിനുശേഷം ക്ലാസിഫൈ ചെയ്യുക, നെക്സ്റ്റ് അനലൈസ് ചെയ്യുക, അനലൈസ് ശേഷം കോസ്റ്റ് കറക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. എന്തൊക്കെയാണ് പ്രോസസ് ബേസ് ചെയ്ത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്. സോ മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, എത്രയാണ് പ്രോഡക്റ്റിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയെന്ന് ഡിറ്റർമൈൻ ചെയ്യുക, കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, ഡിസിഷൻ മേക്കിംഗ് പേർപ്പസിന് യൂസ് ചെയ്യുക. ഇതാണ് എന്ത് കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, നമുക്ക് അതിന്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യനിലോട്ട് പോവാം കേട്ടോ. ദാറ്റ് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ എന്തൊക്കെയായിരുന്നു കോസ്റ്റ് അക്കൗണ്ടിങ് മെയിനായി യൂസ് ചെയ്യുക, ടാക്സ് കാൽക്കുലേഷൻ, കോസ്റ്റ് കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ടു ഷെയർ ഹോൾഡേഴ്സ്, കംപ്ലൈൻസ് വിത്ത് ലോ. സോ കോസ്റ്റ് അക്കൗണ്ടിങ് മെയിൻ ആയിട്ട് എന്തിനാ യൂസ് ചെയ്യുക, കോസ്റ്റ് കൺട്രോളിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും. ഓക്കെ, നെക്സ്റ്റ് ആണ് which of the following is not an element of cost. കോസ്റ്റ് എലമെന്റ് അല്ല എന്നുള്ളത് ഏതാണ്, that is material, labor, overhead, reserve. That is reserve is not an element of cost. Okay, next ആണ് the document used for recording material issued to production. ഏത് ഡോക്യുമെന്റ് ആണ് മെറ്റീരിയൽ റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യുക, that is bin card, stores ledger, മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട്, പർച്ചേസ് ഓർഡർ. ദാറ്റ് ഈസ് ആൻസർ. മെറ്റീരിയൽ റിക്വസിഷൻ നോട്ടാണ് നമ്മൾ മെറ്റീരിയൽ പ്രൊഡക്ഷൻ പർപ്പസിന് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഈ ഡോക്യുമെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് EOQ സ്റ്റാൻഡ്സ് ഫോർ എസ്റ്റിമേറ്റഡ് ഓർഡർ ക്വാണ്ടിറ്റി, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, എഫക്റ്റീവ് ഓർഡർ ക്വാണ്ടിറ്റി, എസെൻഷ്യൽ ഓർഡർ ക്വാണ്ടിറ്റി. സോ എന്തായിരുന്നു ആൻസർ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ആണ് ഐഡിയൽ ടൈം വേജസ് ആർ ട്രീറ്റഡ് ആസ്, ദാറ്റ് ഈസ് ഡയറക്ട് ലേബർ കോസ്റ്റ്, indirect wages or overhead, selling cost, none of the above. Ideal time wages എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക, indirect wages or overhead ആയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് in process costing cost of abnormal loss is transferred to ഏതിലോട്ടാണ് പ്രോസസ് കോസ്റ്റിംഗിൽ abnormal loss ട്രാൻസ്ഫർ ചെയ്യുക, abnormal loss cost, that is costing profit and loss account, normal loss account, overhead account, next process account. That is option A, costing profit and loss account. Okay, നെക്സ്റ്റ് ആണ് PV ratio is calculated as. PV ratio എന്ന് വെച്ചാൽ പ്രോഫിറ്റ് വോളിയം റേഷ്യോ കാണാനുള്ള ഫോർമുല എന്താണെന്നാണ്. ഓപ്ഷൻ എ കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100, ബി പ്രോഫിറ്റ് ബൈ വേരിയബിൾ കോസ്റ്റ് ഇൻറ്റു 100, സി സെയിൽസ് ഡിവൈഡഡ് ബൈ സെയിൽസ് ബൈ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു 100, ഡി കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു 100. ദാറ്റ് ഈസ് PV റേഷ്യോന്റെ ഫോർമുല എന്താ, PV റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് മോസ്റ്റ് യൂസ്ഫുൾ ഫോർ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കൂടുതൽ യൂസ്ഫുൾ ആണ് എന്തിനു വേണ്ടിയിട്ടാണ്, എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്, കൺട്രോൾ ത്രൂ വേരിയൻസ് അനാലിസിസ്, റെക്കോർഡിംഗ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, ഇൻവെന്ററി വാല്യുവേഷൻ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ റെക്കോർഡ് കൺട്രോൾ ചെയ്യാനാണ് വേരിയൻസ് അനാലിസിസിലൂടെ, ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ആണ് ബ്രേക്ക് ഈവൺ പോയിന്റ് ഈസ് എ ലെവൽ ഓഫ് സെയിൽസ് അറ്റ് വിച്ച്. ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്, that is total cost equal to fixed cost, total cost equal to total revenue equal to variable cost, total revenue greater than total cost. നമ്മുടെ ആൻസർ എന്താ, ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് വെച്ചാൽ ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് the most suitable method for pricing issue of materials during period of rising prices. most suitable method എന്താണ്, മെറ്റീരിയൽസ് പ്രൈസിങ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്താണ്, പ്രൈസ് റൈസ് ചെയ്യുന്ന സമയത്ത് എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് FIFO, LIFO, വെയ്റ്റഡ് ആവറേജ്, സിമ്പിൾ ആവറേജ്, ഓപ്ഷൻ ബി LIFO ആണ്. ഓക്കെ, സോ മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് അപ്പൊ ഇത്രയും നമ്മൾ കവർ ചെയ്തത് മൊഡ്യൂൾ 3 വരയ്ക്കുവാണ്. അടുത്ത മൊഡ്യൂളിലോട്ട് പോവാം. ഓക്കെ, സെന്റെ ഒപ്പം തന്നെ ചെയ്തു വരിക കേട്ടോ. ഹലോ അനശ്വര. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ആണ് മാനേജ്മെന്റ് ആണ് മൊഡ്യൂൾ 4. മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഫസ്റ്റ് പ്ലാൻ ചെയ്യുക, നെക്സ്റ്റ് ഓർഗനൈസ് ചെയ്യുക. നമുക്കത് ഒത്തിരി ബൈഹാർട്ടാണ്, നമ്മൾ +1 തൊട്ടേ പഠിക്കുന്ന കാര്യമാണ് മാനേജ്മെന്റ് ഫംഗ്ഷൻസ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, കൺട്രോളിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് എന്നുള്ളത് അല്ലെ. ഇതൊക്കെ എന്തൊക്കെ ചെയ്യുന്നത്, എന്തൊക്കെ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് ഏതൊക്കെയാ, മെന്ന്, മണി, മെറ്റീരിയൽ, മെത്തേഡ്സ്, മെഷീൻസ്. സോ എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദ പർപ്പസ് ഓഫ് ടു അച്ചീവ്, എന്തിനു വേണ്ടിയിട്ടാണ്, ഓർഗനൈസേഷന്റെ ഗോൾസ് വളരെ എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും അച്ചീവ് ചെയ്യാനാണ്. ഓക്കെ, ഇനി നമുക്ക് മാനേജ്മെന്റിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോകാവേ. ഫസ്റ്റ് വൺ, ഹു ഈസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ആരായിരുന്നു ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ളതാണ്.
That is Elton Mayo, Henry Fayol, F.W. Tyler, Max Weber. നമുക്ക് ഒത്തിരി അറിയാവുന്ന കാര്യം എന്താ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്? ദാറ്റ് ഈസ് F.W. Tyler. Okay. Next ആണ് unity of command means each employee should receive orders from one superior only. One manager controls the entire organization. Orders should be written only once. All decisions should be centralized. അപ്പൊ എന്തായിരുന്നു യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് വെച്ചാൽ each employee should receive orders from one superior. ഒരു superior കയ്യിൽ നിന്നാണ് എന്ത് ചെയ്യുക? ഓരോ എംപ്ലോയീസും ഓർഡേഴ്സ് റിസീവ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ആണ് which of the following is not a function of management? മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്? പ്ലാനിങ്, ഡയറക്റ്റിംഗ്, ഓഡിറ്റിംഗ്, കൺട്രോളിംഗ്. ദാറ്റ് ഈസ് എന്തായിരുന്നു? ഓഡിറ്റിംഗ്. Management. Next, management is both art and science, science and law, art and profession, science and profession. എന്തായിരുന്നു? art and science. Okay. So next ആണ് which principles of management emphasize team spirit? ഇതിലെ ഏത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആണ് ടീം സ്പിരിറ്റ് ഫോക്കസ് ചെയ്യണമെന്നുള്ളതാണ്. യൂണിറ്റി ഓഫ് കമാൻഡ്, എസ്പിരിറ്റ് ഡി കോർപ്സ്, സെൻട്രലൈസേഷൻ, സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ. ഏതായിരുന്നു ടീം സ്പിരിറ്റിനെ ഫോക്കസ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി എസ്പിരിറ്റ് ഡി കോർപ്സ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ആണ് the process of recruitment, selection and training falls under which function of management? റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ് എന്ന് പറയുന്നത് ഏത് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? ഏതിന് അണ്ടറിലാണ്? ദാറ്റ് ഈസ് സ്റ്റാഫിംഗ്, പ്ലാനിങ്, കൺട്രോളിംഗ്, ഓർഗനൈസിംഗ്. എന്തായിരുന്നു നമ്മളുടെ ആൻസർ? സ്റ്റാഫിംഗ്. ഓക്കെ. നെക്സ്റ്റ് ആണ് the Hawthorne experiments which emphasized human relation at work were conducted by ആരുടെ ആയിരുന്നു? Henry Fayol, F.W. Tyler, Elton Mayo, Peter Drucker. That is option C, Elton Mayo. Okay. Next ആണ് MBO, Management by Objectives ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? That is Elton Mayo, Henry Fayol, Peter Drucker, Max Weber. ആരായിരുന്നു? Peter Drucker. Option C. Okay. Next ആണ് span of control refers to എന്തായിരുന്നു? Number of levels in the organization, number of subordinates under one manager, control exercised by shareholders, control by top management only. ആരായിരുന്നു സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് എത്ര നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ആണ് ഒരു മാനേജറിന്റെ അണ്ടറിലുള്ളത്? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓക്കെ. ഈ ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് അപ്രോച്ച് വാസ് ഗിവൺ ബൈ എൽട്ടൺ മായോ, മാക്സ് വെബർ, ഹെൻറി ഫയൽ, F.W. ടൈലർ. മാക്സ് വെബർ ആണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് അപ്രോച്ച് കൊണ്ടുവന്നത്. ഓക്കെ. അപ്പൊ ഇത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് മൊഡ്യൂൾ 4 മാനേജ്മെന്റിന്റെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂൾ 5 പോകാം. അനശ്വര, സാജിദ, അമല, ആശ, മാലു, നയന, നിധിൻ, ക്ലിയർ ആയോ? ഓക്കെ. എല്ലാവരും റെസ്പോണ്ട് ചെയ്യാൻ ഒപ്പം തന്നെ ചെയ്ത് വന്നോളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നല്ലോണം ഒന്ന് പ്രാക്ടീസ് ആവുവേ. സോ നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മാനേജീരിയൽ എക്കണോമിക്സ് ആണ്. ആക്ച്വലി മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ എക്കണോമിക് പ്രിൻസിപ്പിൾസ്, കോൺസെപ്റ്റ് ആൻഡ് ടൂൾസ് ആണ് അപ്ലൈ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. സോ ആക്ച്വലി അവിടെ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ എക്കണോമിക് തിയറീസ്. സോ അതേപോലെ മാനേജേഴ്സിന് ത്രൂ ദിസ് ഇറ്റ് ഹെൽപ്സ് ടു പ്ലാനിങ്, forecasting as well as for making pricing decisions, also production and investment decisions. Okay. So നമുക്ക് നോക്കാം മാനേജറൽ എക്കണോമിക്സിനെ ബേസ് ചെയ്തിട്ടുള്ളത് നോക്കാം. മാനേജറൽ എക്കണോമിക്സ് ഈസ് ഓൾസോ കാൾഡ് എന്തും കൂടിയാണ്? ബിസിനസ് എക്കണോമിക്സ്, ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, ലേബർ എക്കണോമിക്സ്. ദാറ്റ് ഈസ് മാനേജറൽ എക്കണോമിക്സ് ഓൾസോ കാൾഡ് ബിസിനസ് എക്കണോമിക്സ്. ഓക്കെ. നെക്സ്റ്റ് ആണ് മാനേജറൽ എക്കണോമിക്സ് ഈസ് പ്രൈമർലി കൺസേൺഡ് വിത്ത് മെയിൻ ആയിട്ട് എന്താ? നാഷണൽ ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഫേം ലെവൽ ഡിസിഷൻ മേക്കിംഗ്, ഗവൺമെന്റ് പോളിസി, ഇന്റർനാഷണൽ ട്രേഡ്. മാനേജറൽ എക്കണോമിക്സ് ഫസ്റ്റ് കൺസേൺ ചെയ്തിരിക്കുന്ന ഫേം ലെവൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ആണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഈസ് യൂസ്ഫുൾ ഫോർ പ്ലാനിംഗ്, പ്രൊഡക്ഷൻ, പ്രൈസിംഗ് ഡിസിഷൻ, റിസോഴ്സ് അലോക്കേഷൻ, ഓൾ ഓഫ് ദ എബോവ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മെയിൻ ആയിട്ട് എന്തിനാ യൂസ് ചെയ്യുന്നത്? എല്ലാത്തിനും. പ്ലാനിംഗ്, പ്രൊഡക്ഷന്, പ്രൈസിംഗ് ഡിസിഷന്, റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യാൻ എല്ലാത്തിനും. ഓക്കെ. നെക്സ്റ്റ് ആണ് which of the following is a normative statement in economics? Normal statement. Inflation is 6% in the economy. Price of wheat has increased by 10%. Government should reduce taxes to control inflation. Next ആണ് export grow by 5% this year. So ഏതാണ് ഇത്? സ്റ്റേറ്റ്മെന്റ് ആയി കൊടുത്തിരിക്കും ഗവൺമെന്റ് റെഡ്യൂസ് ചെയ്യാൻ ടാക്സ്, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നത്. ഓപ്ഷൻ സി. ഓക്കെ. എക്കണോമിക്സിലെ സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുമ്പോൾ എന്താ? എഫിഷ്യന്റ് അലോക്കേഷൻ ഓഫ് സ്കാർസ് റിസോഴ്സസ്, increasing population, government regulation, monopoly power. So economics central problem എന്ന് പറയുന്നത് efficient ആയിട്ട് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്കാർസ് റിസോഴ്സ്. ഓപ്ഷൻ എ. ഓക്കെ. നെക്സ്റ്റ് ആണ്
പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷേഴ്സ് എന്താണ് മെഷർ ചെയ്യണമെന്നുള്ളതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. That is responsiveness of demand to changes in price, responsiveness of supplies to changes in demand, responsiveness of demand to changes in income, responsiveness of demand to changes in advertising. That is എന്തായിരുന്നു ഓപ്ഷൻ എ responsiveness of demand to changes in price ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് എ ഫേം അച്ചീവ് എക്കോണമീസ് ഓഫ് സ്കെയിൽ എപ്പോഴാണ് ഒരു ഫേം അച്ചീവ് ചെയ്യുക? That is long run average cost decreases, output increases, marginal cost increases as output increases, fixed cost increases as output increases, variable cost remain constant. That is option A ആണ്. എപ്പോഴാണ് ഒരു ഫേം എക്കോണമീസ് ഓഫ് സ്കെയിൽ അച്ചീവ് ചെയ്യാന്ന് വെച്ചാൽ ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഡിക്രീസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അടുത്തതാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. ബ്രേക്ക് ഈവൻ അനാലിസിസ് മെയിൻ ആയിട്ട് എന്തിനാ യൂസ് ചെയ്യുന്നത്? എന്തിന്റെ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാനാണ്? കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ്, പ്രൈസ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എ റിസോഴ്സ് ഈസ്. എന്തിനായിരുന്നു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്? കോസ്റ്റ് ഓഫ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർഗോൺ, സം ഓഫ് ഓൾ പാസ്റ്റ് എക്സ്പെൻഡിച്ചർ, ആക്ച്വൽ മോണിറ്ററി പേയ്മെന്റ് മെയ്ഡ്, ഓൾവേസ് ഈക്വൽ ടു അക്കൗണ്ടിംഗ് കോസ്റ്റ്. എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർഗോൺ ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ. ഓക്കെ, നെക്സ്റ്റ് ആണ് ദാറ്റ് ഈസ് വിച്ച് പ്രൈസിംഗ് മെത്തേഡ് ഈസ് കോമൺലി യൂസ്ഡ് അണ്ടർ മോണോപ്പൊളി. മോണോപ്പൊളിയിൽ ഏത് പ്രൈസിംഗ് മെത്തേഡ് ആണ് കോമൺ ആയി യൂസ് ചെയ്യുന്നതെന്നാണ്. ദാറ്റ് ഈസ് മാർക്കറ്റ് പ്രൈസിംഗ്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, പെനട്രേഷൻ പ്രൈസിംഗ്, സ്കീമിംഗ് പ്രൈസിംഗ്. ഏതാ കോമൺ ആയിട്ട് മോണോപ്പൊളിയിൽ യൂസ് ചെയ്യുന്ന? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ് ഓപ്ഷൻ ബി. ഓക്കെ, ഇതാണ് മൊഡ്യൂൾ 1 to 5 വരെ ഉള്ളത്. നമുക്ക് നെക്സ്റ്റ് 6 പോകാം. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റിനുള്ള റാങ്ക് ഫയൽ ക്ലാസ് തീരുന്നതിന് മുന്നേ സജസ്റ്റ് ചെയ്യാമോ? തീർച്ചയായിട്ടും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ എല്ലാം കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ്സസ് മുന്നോട്ട് പോകുക. കറക്റ്റായിട്ട് ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ ഡെയിലി നിങ്ങൾ ക്ലാസ് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്രത്തോളം നിങ്ങൾ ഗ്രോ അപ്പ് ആവുന്നുണ്ടെന്ന്. ഓക്കെ, സോ ഇത് നമുക്ക് ഓറിയന്റേഷൻ ക്ലാസ് ആയത് കൊണ്ടാണ് ഓരോ ടോപ്പിക്സിന്റെ അടുത്തടുത്ത് ക്വസ്റ്റ്യൻസ് പോണേ. നമ്മൾ എക്സാക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് തന്നതിന് ശേഷമാണ് ക്വസ്റ്റ്യൻ തരിക. ഇപ്പോൾ ഒരു മോഡൽ നിങ്ങൾ മനസ്സിലാക്കാനാണ് മൊഡ്യൂൾ വൈസ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, എൻ്റെ ഒപ്പം തന്നെ ചെയ്തു വരിക കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് മൊഡ്യൂൾ 6 എന്ന് പറയുന്നത് നമ്മൾ എന്താ ഡീൽ ചെയ്യണേന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇറ്റ് ഡിസ്കസ്ഡ് അബൌട്ട് കമ്പനി ലോ ആണ്. കമ്പനി ലോ എന്ന് വെച്ചാൽ ആക്ച്വലി അവിടെ സെറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഒരു ലീഗൽ ഫ്രെയിം വർക്ക് ഉണ്ട്. എങ്ങനെയൊക്കെയാണ് ഫോം ചെയ്തിരിക്കണേ, എങ്ങനെയൊക്കെ ഒരു കമ്പനി മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെ ഒരു കമ്പനി ഡിസോൾവ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് വൈൻഡ് അപ്പ് ആവുമ്പോൾ എങ്ങനെയാണ്. സോ ഇന്ത്യയിൽ ആക്ച്വലി എങ്ങനെ കമ്പനീസ് ആക്ട് എന്ന് പറയുമ്പോൾ എപ്പോഴാണ്? 2013 ഓക്കെ, സോ ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 കെയിം ഇൻ ടു എഫക്ട് ഫ്രം. എപ്പോഴാണ് കമ്പനീസ് ആക്ട് വന്നിരിക്കുന്നത്? 1 April 2012, 2013, 2014, 2015. എപ്പോഴായിരുന്നു? 1 April 2014 കെയിം ഇൻ ടു എഫക്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് മിനിമം നമ്പർ റിക്വയർഡ് ടു ഫോം ആൻഡ് പ്രൈവറ്റ് കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്ര എണ്ണം വേണം? 2, 3, 5, 7. ദാറ്റ് ഈസ് 2. ഓക്കെ, നെക്സ്റ്റ് ആണ് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ടു ഫോം എ പബ്ലിക് കമ്പനി ഈസ്. ഒരു പബ്ലിക് കമ്പനി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്ര എണ്ണം വേണം? 2, 3, 5, 7. ദാറ്റ് ഈസ് 7. ഓക്കെ, നെക്സ്റ്റ് ആണ് which document defines objectives and scope of operation of a company. ഇതിൽ ഏത് ഡോക്യുമെന്റ് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഒബ്ജക്റ്റീവ്സും ഓപ്പറേഷൻസും. ദാറ്റ് ഈസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ, AOA എന്ന് പറയും, MOA എന്ന് പറയും. ഓക്കെ, പ്രോസ്പെക്ട്സ് ആനുവൽ റിപ്പോർട്ട് എന്തായിരുന്നു? മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. ഓക്കെ, നെക്സ്റ്റ് ആണ് AOA. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്പനി, റൂൾസ് ഫോർ ഇന്റേണൽ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി, ഷെയർ ഹോൾഡേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസ്, ബാലൻസ് ഷീറ്റ് ഫോർമാറ്റ്. എന്തായിരുന്നു ഉണ്ടാവുക? റൂൾസ് ഫോർ ഇന്റേണൽ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി, ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ആണ് വിച്ച് കമ്പനി മസ്റ്റ് ഇഷ്യൂ എ പ്രോസ്പെക്ടസ്. ഇതിൽ ഏത് കമ്പനിയാണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുക? Option A, private company. B, public company inviting the public to subscribe for shares. C, one-person company. D, Section 8 company. That is public company, public invite ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാണ്. ഓക്കെ, സോ എന്തായിരുന്നു? ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ആണ് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. എന്തായിരുന്നു ലയബിലിറ്റി? ദാറ്റ് ഈസ് A, unlimited. B, limited to the face value of shares held. C, limited to unpaid amount on shares held. D, none of them. എപ്പോഴാണ് ലയബിലിറ്റി വരിക? ദാറ്റ് ഈസ് C ആണ്, ലിമിറ്റഡ് ടു അൺപെയ്ഡ് എമൗണ്ട് ഓൺ ഷെയർസിൽ. ഓക്കെ, നെക്സ്റ്റ് ആണ്
ഫസ്റ്റ് ഓഡിറ്റേഴ്സ് ഓഫ് കമ്പനി ആരാ അപ്പോയിന്റ് ചെയ്യുക? ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്, AGM എന്ന് വെച്ചാൽ ആനുവൽ ജനറൽ മീറ്റിംഗ്. ഓക്കെ. നെക്സ്റ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സെൻട്രൽ ഗവൺമെന്റ്, രജിസ്റ്റർ ഓഫ് കമ്പനീസ്. ആരാണ് കമ്പനിയിലെ ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുക? ദാറ്റ് ഈസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഓപ്ഷൻ ബി. ഓക്കെ. നെക്സ്റ്റ്, എ കമ്പനി ദാറ്റ് ഈസ് ഫോംഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ്. ഒരു കമ്പനി ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി ഫോം ചെയ്തിരിക്കുകയാണ്. അതിനെന്താണ്? എന്താ ആൻസേഴ്സ്? ദാറ്റ് ഈസ് ഏതാണ് ആൻസർ? പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി, സെക്ഷൻ 8 കമ്പനി, ഗവൺമെന്റ് കമ്പനി. ദാറ്റ് ഈസ് ഓപ്ഷൻ സി, സെക്ഷൻ 8 കമ്പനി. ഓക്കെ. നെക്സ്റ്റ്, ഹൂ ഈസ് നോൺ ആസ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ? ആരായിരുന്നു? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, അതേപോലെ കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്തായിരുന്നു നമ്മുടെ ആൻസർ? കമ്പനി. ഓക്കെ. സോ നമ്മളുടെ മൊഡ്യൂൾ 6 ആണ് ഇപ്പൊ കഴിഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് മൊഡ്യൂൾ 7 പോകാം. ഓക്കെ. അരുൺ, മാലു, അനശ്വര, നയന, സാജിത, അമല, ആശ, ക്ലിയർ ആയോ നിതിൻ? ഓക്കെ. ഇനി മൊഡ്യൂൾ 7 എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്താ മെയിൻ ആയി ഡീൽ ചെയ്യുന്നത്? ലോങ് ടേം ഫണ്ട്സ് ആണ് ഡീൽ ചെയ്യുന്നത് മെയിൻ ആയിട്ട്. ബിസിനസ് ആൻഡ് ഗവൺമെന്റ് ആണ് ആക്ച്വലി ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നത്. എങ്ങനെ ക്യാപിറ്റൽ റൈസ് ചെയ്യാന്ന് വെച്ചാൽ ത്രൂ ഇഷ്യൂ ഓഫ് എന്തൊക്കെ ഇഷ്യൂ ചെയ്യുക? ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, അതേപോലെ ഡിബഞ്ചേഴ്സ്, ബോൺസ്, ഇതിലൂടെയൊക്കെ. സോ ഇതിലൂടെ അവിടെ എന്താണ് ഫണ്ട് ഫ്ലോ ചെയ്തിരിക്കുന്നത് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും ബോറോവേഴ്സിന്. ഓക്കെ. ദാറ്റ് ഈസ് സേവേഴ്സ് ടു ബോറോവേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ടു ബിസിനസ്. അപ്പൊ എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻസ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽസ് വിത്ത്. എന്താ ക്യാപിറ്റൽ മാർക്കറ്റ് എന്തൊക്കെയാ ഡീൽ ചെയ്യുന്നത്? ഷോർട്ട് ടേം ഫണ്ട്സ്, മീഡിയം ടേം ഫണ്ട്സ്, ലോങ് ടേം ഫണ്ട്സ്, നൺ ഓഫ് ദ എബവ്. ഏതാ ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത്? എന്താ ആൻസർ? ദാറ്റ് ഈസ് ഓപ്ഷൻ സി, ലോങ് ടേം ഫണ്ട്സ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ആണ് പ്രൈമറി മാർക്കറ്റ് ഈസ് ഓൾസോ കാൾഡ് എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്, ബോണ്ട് മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് ഓൾസോ കാൾഡ് എന്താ? ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ. നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെക്കൻഡറി മാർക്കറ്റ്? സെക്കൻഡറി മാർക്കറ്റിന് എക്സാമ്പിൾ ആയിട്ട് ഏതാ വരിക? IPO, റൈറ്റ് ഇഷ്യൂ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പ്രൈവറ്റ് പ്ലേസ്മെന്റ്. എന്തായിരുന്നു? അപ്പോൾ സെക്കൻഡറി മാർക്കറ്റിന് എക്സാമ്പിൾ ആയിട്ട് BSE ആണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓപ്ഷൻ സി. ഓക്കെ. നെക്സ്റ്റ് ആണ് സെബി എപ്പോൾ എസ്റ്റാബ്ലിഷ് ആയ? 1988, 1992, 1995, 2000. ദാറ്റ് ഈസ് 1988 സെബി എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് IPO സ്റ്റാൻഡ്സ് ഫോർ. IPO എന്ന് വെച്ചാൽ എന്താണ്? പറഞ്ഞതേ ഉള്ളൂ. ഇനീഷ്യൽ പബ്ലിക് ഓഫർ, ഇനീഷ്യൽ പ്രൈവറ്റ് ഓഫർ, ഇന്റർനാഷണൽ പബ്ലിക് ഓഫർ, നൺ ഓഫ് ദ എബോവ്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ, ഇനീഷ്യൽ പബ്ലിക് ഓഫർ ആണ്. ഓക്കെ. നെക്സ്റ്റ് ആണ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്തായിരുന്നു? ടു പ്രൊവൈഡ് ഷോർട്ട് ടേം ലോൺസ് ടു ബിസിനസ്, to mobilize savings and provide long term finance, to control inflation, to manage government budget. Main objective in the capital market option B ആണ്, mobilize savings and provide long term finance. Okay. Next ആണ് which of the following is not part of capital market? Capital marketന്റെ പാർട്ടേ അല്ലാത്തത് ഏതാണ്? That is option A, equity shares, B, debenture, C, treasury bill, D, preference shares. എന്തായിരുന്നു capital marketന്റെ പാർട്ട് അല്ലാത്തത്? treasury bill ആണ്. ബിക്കോസ് treasury bill ഏതിന്റെ പാർട്ടാണ്? മണി മാർക്കറ്റ് ആണ്. മണി മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത് എങ്ങനെയുള്ള ഫണ്ട്സ് ആണ്? ഷോർട്ട് ടേം ഫണ്ട്സ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്തായിരുന്നു മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ലിക്വിഡിറ്റി ടു ഇൻവെസ്റ്റേഴ്സ്, പ്ലാറ്റ്ഫോം ഫോർ ട്രേഡിംഗ് സെക്യൂരിറ്റീസ്, പ്രൈസ് ഡിസ്കവറി, ഓൾ ഓഫ് ദ എബോവ്. എന്തായിരുന്നു ആൻസർ? സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നത് liquidity to investors, platform for trading securities, pricing discovery. That is all of them. Option D. Okay. Next ആണ് a company issue shares for the first time company shares issue ചെയ്യുന്നത് പബ്ലിക്കിന്. സോ അതെന്താണ്? That is bonus issue, IPO, right issue, private placement. First time പറഞ്ഞാൽ എന്താണ്? Initial public offer ആണ്. Option B. From the word itself we can able to know. Okay. Next ആണ് which regulatory body protect investors in the Indian capital market? ഇതിൽ ഏത് റെഗുലേറ്ററി ബോഡിയാണ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് RBI, SBI, IRDA, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ദാറ്റ് ഈസ് എന്തായിരുന്നു? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ദാറ്റ് ഈസ് സെബി. ഓക്കെ. ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 7 വരെ. നെക്സ്റ്റ് നമുക്ക് മൊഡ്യൂൾ 8 പോകാം. ഓക്കെ. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ? സോ ഓക്കെ, നിതിൻ, മാലു, അനശ്വര, നയന. ഇനി നെക്സ്റ്റ് ആണ് നമ്മളുടെ മൊഡ്യൂൾ 8 എന്താ ഡീൽ ചെയ്യണമെന്ന് വെച്ചാൽ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് നമുക്ക് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇൻകം ടാക്സ് എന്ന് വെച്ചാൽ ടാക്സ് ആരാണ് ഇമ്പോസ് ചെയ്യുക? ഗവൺമെന്റ് ആണ് ഇമ്പോസ് ചെയ്യുക. എത്രയാണോ ഇൻകം ഒരു ഇൻഡിവിജ്വൽ കമ്പനീസ്, ഫേംസ് ആൻഡ് അതർ എൻറ്റിറ്റീസ് ഏൺ ചെയ്തിരിക്കുന്നത്, സോ അതിന് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ഗവൺമെന്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുക. ഇന്ത്യയിൽ ഇൻകം ടാക്സ് ആക്ട് എപ്പോഴാന്ന് വെച്ചാൽ 1961 ആണ്. സോ ഇൻകം ടാക്സ് എന്ന് വെച്ചാൽ ഏത് ടാക്സ് ആ? ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്, ബോത്ത് നൺ. ഇൻകം ടാക്സ് എന്തായിരുന്നു? ഡയറക്ട് ടാക്സ് ആണ്. ഓക്കെ.
അതേപോലെ ഇൻകം ടാക്സ് വാസ് ഇനാക്റ്റഡ് ഇൻ എപ്പോഴായിരുന്നു 1950, 1961, 1975, 1980 എപ്പോഴായിരുന്നു ഓപ്ഷൻ ബി 1961. ഓക്കെ, നെക്സ്റ്റ് ആണ് അസസ്മെന്റ് ഇയർ ഈസ്. അസസ്മെന്റ് ഇയർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? The year in which income is earned, the year in which income is assessed and taxed, previous financial year, none of the above. അസസ്മെന്റ് ഇയർ എന്ന് വെച്ചാൽ അതായത് ഒരു ഇയറിൽ ഇൻകം നമ്മൾ അസസ് ചെയ്യണതും ടാക്സ് ചെയ്യണതും, അതാണ് എന്താ അസസ്മെന്റ് ഇയർ. ഓക്കെ, നെക്സ്റ്റ് which of the following is not taxable under income tax? Income taxable ടാക്സ് ചെയ്യാത്തത് ഏതാണ്? സാലറി, അഗ്രികൾച്ചർ ഇൻകം, ഹൗസ് പ്രോപ്പർട്ടി റെന്റ്, interest on fixed deposit. That is agricultural income is not taxable, tax ചെയ്യില്ല. Okay, which section allow deduction for life insurance premium? Life insurance premium ഏത് സെക്ഷൻ ഡിഡക്ഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്? സെക്ഷൻ 80C, 80D, 80G, 80. എന്തായിരുന്നു ആൻസർ? 80C. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാട്ടോ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട്. ഓക്കെ, സോ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാം നമ്മളുടെ ഈ ടോപ്പിക് വരുന്ന സമയത്ത്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് മൊഡ്യൂൾ 9 മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ എന്താന്ന് വെച്ചാൽ, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫസ്റ്റ് പ്ലാൻ ചെയ്യുക, നെക്സ്റ്റ് ഓർഗനൈസ് ചെയ്യുക, നെക്സ്റ്റ് ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഓർഗനൈസേഷൻ എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഫോർ ദ പേർപ്പസ് ഓഫ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കസ്റ്റമർ നീഡ്സ് വളരെ നല്ല രീതിയിൽ മീറ്റ് ചെയ്യാനും, അതേപോലെ ഇറ്റ് ഇൻവോൾവ്സ് മെയിൻ ആയിട്ട് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, സെർട്ടൻ സ്ട്രാറ്റജീസ് ആൻഡ് ടെക്നിക്സ് ആൻഡ് ടൂൾസ് അഡോപ്റ്റ് ചെയ്യുക ഫോർ ദ പേർപ്പസ് ഓഫ് അച്ചീവിംഗ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പോകാം. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പ്രൈമർലി എന്താ ഡീൽ ചെയ്തിരിക്കണേന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, സെല്ലിംഗ് ഗുഡ്സ്, സാറ്റിസ്ഫൈങ് കസ്റ്റമർ നീഡ്സ് പ്രോഫിറ്റബ്ലി, ഇമ്പോർട്ട് എക്സ്പോർട്ട് ഓപ്പറേഷൻസ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് കസ്റ്റമറുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്, ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ആണ് ദ കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് ഈസ് ഓൾസോ കാൾഡ്. എന്തായിരുന്നു മാർക്കറ്റിംഗ് മിക്സിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? 4Cs, 4P, സ്പോട്ട് അനാലിസിസ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ദാറ്റ് ഈസ് മാർക്കറ്റിംഗ് മിക്സിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ 4P ആണ്. ഓക്കെ, ദാറ്റ് ഈസ് പ്രോഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, പ്ലേസ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണേ. ഇനി നെക്സ്റ്റ് ആണ് ദാറ്റ് ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് എന്താണ്? മാർക്കറ്റ് റിസർച്ച്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, ഫിനാൻഷ്യൽ ഓഡിറ്റ്, പ്രൊമോഷൻ. ദാറ്റ് ഈസ് ഇതിലെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫംഗ്ഷൻ അല്ലാത്ത ഏതാണ്? ഫിനാൻഷ്യൽ ഓഡിറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. ഓക്കെ, ഇനി വിച്ച് പി ഇൻ മാർക്കറ്റിംഗ് മിക്സ് ഡീൽസ് വിത്ത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ? ദാറ്റ് ഈസ് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഇതിൽ ഏത് മാർക്കറ്റിംഗ് മിക്സിലെ പി ആണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഡീൽ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഓപ്ഷൻ സി, പ്ലേസ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ദ മെയിൻ എയിം ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന്റെ മെയിൻ എയിം എന്ന് പറയുമ്പോൾ എന്താ? ഇൻക്രീസ് പ്രൊഡക്ഷൻ, ക്രിയേറ്റ് അവയർനെസ് ആൻഡ് ഇൻഫ്ലുവൻസ് ഡിമാൻഡ്, റെഡ്യൂസ് കോസ്റ്റ്, എക്സ്പാൻഡ് വർക്ക് ഫോഴ്സ്. സോ ഒരു പ്രൊമോഷന്റെ മെയിൻ എയിം എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ക്രിയേറ്റ് അവയർനെസ്, ദെൻ ഇൻഫ്ലുവൻസ് ഡിമാൻഡ്. സോ ഓപ്ഷൻ ബി ഇസ് ആൻസർ ഫോർ ദിസ്. ഓക്കെ, സോ ഇതുവരെയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് മൊഡ്യൂൾ 9 വരയ്ക്കുള്ള ടോപ്പിക്സ് ആണ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു മൊഡ്യൂൾ 10, ദാറ്റ് ഈസ് it is discussed regarding the topic that is auditing. Okay, so first of all we have to know about that what is exactly the audit means. So audit means actually systematically examine and also they have to verify all the financial statements, books of accounts, records and vouchers of organization. Okay, കറക്റ്റ് ആയിട്ട് എക്സാമിൻ ചെയ്ത് വെരിഫൈ ചെയ്യാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ബുക്സ് ഓഫ് അക്കൗണ്ട്സും റെക്കോർഡ്സ് ആസ് വെൽ ആസ് വൗച്ചേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷനും. സോ ത്രൂ ദിസ് ഇതിലൂടെ ഉറപ്പ് വരുത്തിയിരിക്കണം അക്യുറേറ്റ് ആണ്, കംപ്ലീറ്റഡ് ആണ്. കംപ്ലയൻസ് എന്ന് വെച്ചാൽ ആസ് പെർ അപ്ലിക്കബിൾ ലോ ആൻഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് വി ഹാവ് ടു ഫോളോ വൈൽ വെരിഫൈങ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. എന്ന് വെച്ചാൽ ഓർഗനൈസേഷനിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു ഫോളോ അപ്ലിക്കബിൾ ലോസ് ആസ് വെൽ ആസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, സോ ഓഡിറ്റിംഗിൽ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് വെച്ചാൽ auditing is mainly concerned with recording transaction, verifying financial statement, preparing budget, tax planning. So എന്തായിരുന്നു ഓഡിറ്റിംഗിൽ മെയിൻ ആയിട്ട് എന്തായിരുന്നു? വെരിഫൈ ചെയ്യുക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ ബി. ഓക്കെ, who appoints statutory auditor of a company in India? That is ആരാ അപ്പോയിന്റ് ചെയ്യുക? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഷെയർഹോൾഡേഴ്സ് ഇൻ ദ ആനുവൽ ജനറൽ മീറ്റിംഗ്, ദാറ്റ് ഈസ് IGM. ഗവൺമെന്റ് ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് ഈസ് ആരാ അപ്പോയിന്റ് ചെയ്യുക? That is shareholders in the annual general meeting appoint the statutory audit of a company in India. Next ആണ് internal audit is mainly conducted to issue shares, detect errors and check internal records, compute taxable income, prepare financial statements. So main ആയിട്ട് internal audit mainly it is conducted to എന്തിനു വേണ്ടിയിട്ടാണ്? Option B, that is detect errors and check internal controls. Okay, so next ആണ് which of the following is a principle of auditing? That is professional competence, secrecy, integrity, all of the above. These three are the principles of auditing also. Okay, next one,
ഓഡിറ്റ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട് ഈസ് നോൺ ആസ് എന്തായിരുന്നു? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, കോസ്റ്റ് ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റ്, ഗവൺമെന്റ് ഓഡിറ്റ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി കോസ്റ്റ് ഓഡിറ്റ് ആണ്. ഓക്കെ, സോ നമ്മളുടെ ഇന്നത്തെ ക്ലാസിന്റെ മെയിൻ പ്ലാൻ എന്ന് പറയുമ്പോൾ തന്നെ എക്സാക്റ്റ് ആയിട്ട്, അതായത് എക്സാക്ട് നമ്മുടെ സിലബസ് എന്തൊക്കെയാണ്, നമ്മൾ എങ്ങനെയാണ് ഓരോ ക്ലാസ് മൂവ് ചെയ്യാന്നുള്ള സ്ട്രാറ്റജി അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തെന്ന് വെച്ചാൽ മൊഡ്യൂൾ 1 to 10 ആണ്. അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കോസ്റ്റ് അക്കൗണ്ടിങ്, അതേപോലെ മാനേജ്മെന്റ്, മാനേജറിയൽ എക്കണോമിക്സ്, കമ്പനി ലോ, ക്യാപിറ്റൽ മാർക്കറ്റ്, ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ്, നെക്സ്റ്റ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഓഡിറ്റിംഗ്. സോ ഇത് ബേസ് ചെയ്തിട്ട് എക്സാക്ട് ആയിട്ട് അത് എന്താണ്, അതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളതാണ്. സോ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ടോപ്പിക് ബേസ് ആയി പോകുമ്പം ഡീറ്റെയിൽ ആയിട്ട് ആ ടോപ്പിക്സ് ഫുള്ളായി എടുത്തതിന് ശേഷം നമ്മൾ PSC ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എന്തായാലും നിങ്ങൾക്ക് ക്ലാസ് ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് നിതിൻ ഇവിടെ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ 7P എന്ന് ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റ് ആണ്. നമ്മൾ 7P എന്ന് വെച്ചാൽ വേറെ എല്ലാം നമ്മൾ വരും. ഇത് മെയിൻ ആയിട്ട് നമ്മൾ ഏതാ നോക്കുക? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, പ്ലേസ്. സോ അതിലാണ് ഉദ്ദേശിച്ചത് പറഞ്ഞത് 4P കേട്ടോ. ഓക്കെ, 7Ps ആണ് ബിക്കോസ് നമുക്ക് ഇതൊക്കെ വരുന്നുണ്ടല്ലോ, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ഇത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ മെയിൻ ആയിട്ട് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ ഉണ്ടല്ലോ, അതാണ് അടുത്ത് പറഞ്ഞത്. 7P ആണ് നമ്മൾ ശരിക്കും ഫോളോ ചെയ്യുക. 4P എന്ന് പറയുമ്പോൾ ഇതാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, നയന, നിതിൻ, മാലു, അനശ്വര, അരുൺ, സാജിദ, അമല, ആശ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് മൺഡേ തൊട്ട് റെഗുലർ ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക. സോ കറക്റ്റ് ടൈമിൽ തന്നെ ക്ലാസ്സിൽ എല്ലാവരും റീച്ച് ആവുക. അതേപോലെ തന്നെ ഇനി ആരൊക്കെയാണോ ജോയിൻ ചെയ്യാത്തത് എന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, സോ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് എക്സാമിന് കുറച്ച് മന്ത്സ് ഉണ്ടെന്ന് വെച്ചിട്ട് ആ ലാഗ് ഒരിക്കലും വരുത്തരുത്. വളരെ വൃത്തിയായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾ നോട്ട്സ് വെച്ചിട്ട് തന്നെ നല്ലോണം പഠിച്ചു പോകുക. ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലോണം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ കഴിയും. ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സ്നീതു, ഓക്കെ ഓക്കെ അരുൺ. സോ താങ്ക് യു ഓൾ. സോ മൺഡേ കറക്റ്റ് ആയിട്ട് തന്നെ ക്ലാസ്സിലോട്ട് വരിക. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മളുടെ നോട്ട്സ് PDF നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോൾ ക്ലാസ് കഴിഞ്ഞല്ലോ, ഉടനെ തന്നെ ഇപ്പൊ തന്നെ നോട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് റെക്കോർഡ് സെക്ഷൻ ഉണ്ട്, അതേപോലെ നോട്ട്സ് ഉണ്ട്. മാക്സിമം നിങ്ങൾ 99.9% അല്ലെ ഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈവ് ക്ലാസ്സിൽ വരിക. ഓക്കെ, എന്ത് തന്നെ ബിസി ആണെങ്കിലും മാറ്റി വെച്ച് ലൈവ് ക്ലാസ്സിൽ വരിക. PDF ആയിട്ട് നോട്ട് ഇപ്പൊ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ക്ലാസ് കഴിഞ്ഞ് ഓൺ ദ സ്പോട്ട് തന്നെ നോട്ട് അപ്ലോഡ് ചെയ്യും. ഓക്കെ, നിങ്ങൾ അത് ആക്സസ് ചെയ്താൽ മതി. ഓക്കെ, സോ നല്ല ഇപ്പൊ നമ്മള് മൊത്തത്തിൽ ഒരു ഓറിയന്റേഷനായി മൊഡ്യൂൾ 1 to 10 കൊടുത്തിരിക്കുകയാണ്. സോ അത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി നമുക്ക് ആസ് യൂഷ്വൽ ഫസ്റ്റ് തൊട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, സോ താങ്ക് യു ഓൾ. മൺഡേ കറക്റ്റ് ആയിട്ട് എല്ലാവരും വരിക. അതേപോലെ നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സ് അതേപോലെ എല്ലാവരോടും ഇൻഫോം ചെയ്യുക. നമ്മളുടെ ജൂനിയർ അക്കൗണ്ടന്റ് ബാച്ചിലോട്ട് താഴെ കാണുന്ന നമ്പറിലോട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. സോ അതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഓക്കെ ഓക്കെ, ഷാബിയ, നയന, നിതിൻ, അരുൺ, അമല, ദേവിക, ആശ. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ.